കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുത്തതിന് പിന്നാലെ ജി സുധാകരനെതിരെ വീണ്ടും സൈബർ ആക്രമണം. സുധാകരന്റെ കുടുംബത്തെ അടക്കം അധിക്ഷേപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു. രക്തസാക്ഷിയുടെ സഹോദരനല്ലായിരുന്നുവെങ്കിൽ മറ്റൊരു പേര് വിളിച്ചേനെ എന്ന അധിക്ഷേപം. KPCCയുടെ സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് സൈബർ ആക്രമണം. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, ജി സുധാകരനെതിരെ വീണ്ടും സൈബർ ആക്രമണം ഉണ്ടായിരിക്കുന്നു. എന്താണ് സൈബർ ആക്രമണത്തിന്റെ ഉള്ളടക്കം? മായ ഭാഷയിൽ തന്നെയാണ് വീണ്ടും മുൻമന്ത്രി ജി സുധാകരനെ CPM അംഗങ്ങൾ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ നടന്ന KPCCയുടെ സാംസ്കാരിക സാഹിത്യയുടെ മധ്യമേഖല ക്യാമ്പിൽ ജി സുധാകരൻ പങ്കെടുത്ത് സംസാരിച്ചു എന്ന് മാത്രമല്ല, ശക്തമായ ഭാഷയിൽ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയടക്കം വിമർശിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ കേരളം എല്ലായിടത്തും ഒന്നാമതാണ് എന്ന് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് എന്തിനെന്ന് ചോദിച്ചുകൊണ്ട് ഓരോ വീഴ്ചകളും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളടക്കം ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് വീണ്ടും ജി സുധാകരന് എതിരെ സൈബർ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ ഭുവനേന്ദ്രന്റെ സഹോദരൻ എന്ന നിലയിൽ അല്ലായിരുന്നുവെങ്കിൽ ജി സുധാകരനെയും കുടുംബത്തെയും വിളിക്കുന്ന പേര് മറ്റൊന്നായിരുന്നേനെയും എന്നതടക്കം പറഞ്ഞുകൊണ്ടാണ് അധിക്ഷേപിക്കുന്നത്. മതഭ്രാന്തനാണ്, അതോടൊപ്പം തന്നെ സാർ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്ന, സഖാവ് എന്നതിനേക്കാൾ സാർ പദവി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എന്നതടക്കമുള്ള വിമർശനങ്ങളും ഉന്നയിക്കുന്നു. ഇത്തരത്തിൽ സൈബർ ആക്രമണം നടത്തുമ്പോൾ ഇതിൽ ബഹുഭൂരിപക്ഷവും പാർട്ടി അംഗങ്ങൾ ആണ് എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഒരു വിഭാഗം സുധാകരനെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുകയാണ് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. നേരത്തെ പിതൃശൂന്യൻ എന്ന രീതിയിൽ പോലും ജി സുധാകരനെതിരെ ഒരു CPM ലോക്കൽ കമ്മിറ്റി അംഗം സമൂഹ മാധ്യമത്തിലൂടെ പരാമർശം നടത്തിയിരുന്നു. എന്നിട്ട് പോലും പാർട്ടി ഇതിനെ താക്കീത് ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടായില്ല. അതേ സാഹചര്യത്തിൽ തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടും ജാമ്യം നൽകി ഒരു പേരിനൊരു കേസെടുത്ത് വിട്ടയക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതിൽ കടുത്ത അതൃപ്തി ജി സുധാകരൻ പലയിടങ്ങളിലും പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വീണ്ടും അതേ രീതിയിൽ തന്നെ സൈബർ ആക്രമണം, അത് ജി സുധാകരനെ മാത്രമല്ല കുടുംബത്തെ അടക്കം അധിക്ഷേപിച്ചുകൊണ്ടാണ് പാർട്ടി രംഗത്തെത്തുന്നത്. പാർട്ടിയിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നത് തന്നെയാണ് ജി സുധാകരനെതിരെയുള്ള ഈ സൈബർ ആക്രമണത്തിന്റെ കാരണമായി നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. അമ്പലപ്പുഴ മണ്ഡലത്തിലായാലും കേരളത്തിലുടനീളമുള്ള സർക്കാരിന്റെ തന്നെ ചില തെറ്റായ പോക്കുകളെ വിമർശിക്കുന്നുണ്ടായിരുന്നു. അതിലുള്ള കടുത്ത അമർഷം തന്നെയാണ് കാണാനാവുന്നത്. ശരി, സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.